ജിയോസോങ് ക്രിയേച്ചറിലെ സെക്കൻഡ് എപ്പിസോഡാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവർ അത് ഉടനെ പോയി കാണുക, അല്ലെങ്കിൽ യാതൊന്നും മനസ്സിലാകുന്നതല്ല. വെൽക്കം ടു ദ മൂവി ടൈം. എപ്പിസോഡ് തുടങ്ങുന്നത് ഒരു വർഷം മുമ്പുള്ള ഫ്ലാഷ് ബാക്കോടെയാണ്. ഹോങ്സോങ് ഹോസ്പിറ്റലിലേക്ക് സച്ചിമോട്ടോ ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ജാപ്പനീസ് ഹോസ്പിറ്റലിന്റെ നിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരുപാട് എക്സ്പെരിമെന്റുകൾ അവർ നടത്തും. അത് വരയ്ക്കുക എന്നതാണ് നമ്മുടെ സച്ചിമോട്ടോയുടെ ജോലി. അതിനുവേണ്ടി ബോഡി സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഒരു പുസ്തകവും കൊടുക്കുന്നുണ്ട്. പിന്നീട് അവിടെ മൃഗീയമായി ടോർച്ചർ ചെയ്ത് എക്സ്പെരിമെന്റ് നടത്തുകയാണ് ഒരു സബ്ജക്റ്റിനെ. ഇത് നമ്മുടെ സച്ചിമോട്ടോയും കാണുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അയാൾ പോയി വൊമിറ്റ് ചെയ്യുകയാണ്. അവിടെയുള്ള തടവുകാരുടെ അവസ്ഥയെല്ലാം ഇതുപോലെ തന്നെയായിരുന്നു. ജാപ്പനീസ് സൈനികർ മനുഷ്യത്വമില്ലാത്ത ക്രൂരന്മാരായിരുന്നു. നമ്മുടെ സച്ചിമോട്ടോയുടെ അവസ്ഥയാണെങ്കിലോ വളരെ പരിതാപകരമാണ്. പുള്ളിക്കാരന്റെ നിവൃത്തികേടുകൊണ്ടാണ് ഈ ജോലി ചെയ്യുന്നത്. അന്ന് അദ്ദേഹം കഴിഞ്ഞ എപ്പിസോഡിൽ എക്സ്പെരിമെന്റ് നടത്തിയിരുന്ന ആ ലേഡിയെയും കണ്ടുമുട്ടിയിരുന്നു. ഇതെല്ലാം പ്രസന്റിൽ ആലോചിക്കുകയാണ് അയാൾ. ഇപ്പോൾ ആ ലേഡി വലിയൊരു മോൺസ്റ്റർ ആയി മാറിയിട്ടുണ്ട്. അവരെ വരക്കാൻ വേണ്ടിയായിരുന്നു നമ്മുടെ സച്ചിമോട്ടോ വന്നിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് അവിടെ ഉണ്ടായ അനുഭവം ഇതായിരുന്നു. സെൽ ബാറുകൾക്കിടയിലൂടെ തന്റെ ടെന്റക്കിൾസും യൂസ് ചെയ്ത് ആ മോൺസ്റ്റർ നമ്മുടെ സച്ചിമോട്ടോയെ ആക്രമിക്കാൻ വേണ്ടി നോക്കുകയാണ്. എന്നാൽ പിന്നീട് അത് സൈലന്റ് ആകുന്നുണ്ട്. പതിയെ ടോർച്ച് ഓൺ ചെയ്ത് സെല്ലിനടുത്തേക്ക് പോയി നോക്കുമ്പോൾ അതിന്റെ കഴുത്തിലായി ഒരു ബ്രേസ്ലെറ്റ് തൂങ്ങിക്കിടക്കുന്നതായും നമ്മുടെ സച്ചിമോട്ടോ കണ്ടിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെയാണ്. അവൾ തന്റെ അമ്മയുടെയും ഫോട്ടോ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് അവളുടെ ഫാദർ അങ്ങോട്ട് വരുന്നത്. അയാൾക്ക് ഹീറോയിനോട് ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി അമ്മയെ കണ്ടെത്തേണ്ടത് തന്റെ മാത്രം ഡ്യൂട്ടിയാണ്. അതിന് നീ സമയം കളയാൻ പാടില്ല. അവൾ അവളുടെ ലൈഫ് ഇങ്ങനെ നശിപ്പിക്കുന്നത് ഫാദറിന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും മിയോങ് ജയെ കണ്ടെത്താനുള്ള തെളിവുകൾക്ക് വേണ്ടി അവൾ പുറത്തേക്ക് ഇറങ്ങി. മരങ്ങളിലായി ചെറിയ പൂക്കൾ പൂത്തു നിൽക്കുന്നതായും അവൾ കണ്ടിരുന്നു. സാങ്ങിന് ആ പൂക്കൾ വീഴുന്നത് വരെയാണ് ഇഷിക്കാവ സമയം കൊടുത്തതെന്ന് നമുക്ക് അറിയാവുന്നതല്ലേ. പതിയെ അവൾ ജാപ്പനീസ് കമാൻഡ് പോസ്റ്റിലേക്ക് നുഴഞ്ഞു കയറുകയാണ്. അവരുടെ കണ്ണു വെട്ടിച്ച് മുകളിലേക്കും കയറി മേൽക്കൂരയിലൂടെ ഓടി പോവുകയാണ്. അപ്പോഴാണ് അവൾ ഒരു കാഴ്ച കാണുന്നത്. ഒരു ജാപ്പനീസ്കാരന് എന്തോ ഒരു രേഖ കൈമാറുന്ന കാഴ്ച. പിന്നീട് അയാൾ ഒരു റിക്ഷയിലും കയറി പോകുന്നുണ്ട്. നമ്മുടെ പെണ്ണ് അയാളെ ഫോളോ ചെയ്യുകയാണ്. ഒടുവിൽ അയാളെ കൊണ്ടുവിട്ടത് ആഡംബര ഭവനമായ സ്പ്രിംഗ് ഹാളിലായിരുന്നു. ഇത് നമ്മുടെ ഹീറോയിനും കാണുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ സാങ്ങും മാനേജറും സിറ്റിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ ഷോപ്പിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നത്. ചെന്ന് നോക്കിയതും ഇതായിരുന്നു കാഴ്ച. പോർസലൈൻ പാത്രം വിൽക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇദ്ദേഹം. ആ പാത്രം കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്നാൽ അത് നമ്മുടെ പയ്യൻ വാങ്ങിക്കുന്നില്ല. ഇത് കണ്ട് അയാൾ നല്ല കലിപ്പിലാണ്. അപ്പോഴാണ് നമ്മുടെ സാങ് ആ കാര്യത്തിൽ ഇടപെടുന്നത്. പുള്ളിക്കാരന് അത് കണ്ടപ്പോൾ തന്നെ അത് ഒറിജിനൽ പോർസലൈൻ പാത്രമല്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ വിൽക്കാൻ പറ്റില്ല. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന അയാൾ ആ പാത്രം താഴേക്ക് എറിഞ്ഞു പൊട്ടിക്കുകയാണ്. ഇത് കണ്ടതും അയാളുടെ കൂടെ വന്ന ആളുകളും പിന്നെ നമ്മുടെ സാങ്ങിന്റെ ടീമും അലേർട്ടായി നിൽക്കുന്നുണ്ട്. അയാളുടെ ടീം ഒരുപാട് വീക്കാണ്. അതുകൊണ്ട് തന്നെ നിരാശയോടെ അയാളും ടീമും അവിടെ നിന്നും മടങ്ങുന്നു. എങ്ങനെയെങ്കിലും സാങ്ങിനെ കബളിപ്പിക്കാനായിരുന്നു അയാളുടെ പ്ലാൻ. ഇതെല്ലാം നമ്മുടെ ഇഷിക്കാവയുടെ ചാരന്മാരും ശ്രദ്ധിച്ചിരുന്നു. തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരികയാണെങ്കിൽ മറ്റു ചിലർ അവിടെ ഒളിച്ചിരുന്ന കാര്യം സാങ് ഇപ്പോഴാണ് അറിയുന്നത്. നമ്മുടെ സ്ത്രീത്തുകളായ ഹീറോയിനും അവളുടെ ഫാദറും അവർ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് പറയാനാണ് അവർ വന്നിരിക്കുന്നത്. കാവൽക്കാരനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇഷിക്കാവയുടെ വൈഫായ ലേഡി മൈഡക്ക് ഈ മിസ്സിംഗ് കേസുമായി ബന്ധമുണ്ടെന്ന് അവർ മനസ്സിലാക്കി. കാരണം അവസാനമായി ലേഡി മൈഡക്കൊപ്പമായിരുന്നു മിയോങ് ജെ. മാത്രമല്ല അവളെ ഹോങ്സോങ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നതെന്നും അവർ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ എങ്ങനെ അങ്ങോട്ട് പോകാൻ കഴിയുമെന്ന് ഒരു ഐഡിയയും ഇല്ല. കാരണം അവിടെ നല്ല സെക്യൂർ ആണ്. അപ്പോഴാണ് നമ്മുടെ സാങ്ങിന് ഒരു ഐഡിയ തോന്നുന്നത്. പുള്ളിക്കാരൻ നേരെ പോയി ജുൻതേക്കിനെ കണ്ടു. ഹോങ്സോങ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് ജുൻതേക്ക്. അവന്റെ ID കാർഡ് ഉണ്ടെങ്കിൽ എന്തായാലും ഹോങ്സോങ് ഹോസ്പിറ്റലിലേക്ക് കയറാൻ സാധിക്കും. ഇതിനായി കുറച്ച് പണവും കൊടുക്കുന്നുണ്ട്. അത് അയാൾക്ക് കൊറിയൻ ഇൻഡിപെൻഡന്റിന് വേണ്ടി ചിലവഴിക്കാം. ആദ്യമൊന്നും അയാൾ അതിന് സമ്മതിച്ചില്ലെങ്കിലും സാങ്ങിന്റെ കടുത്ത റിക്വസ്റ്റ് കാരണം അയാൾ സമ്മതിച്ചു. അങ്ങനെ ID കാർഡും വഴിയുമെല്ലാം ചോദിച്ചറിഞ്ഞ് നേരെ അവിടെ നിന്ന് പുറപ്പെട്ടു. പിന്നീട് അവർ വേഷം മാറി ഹോങ്സോങ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ആ ഡ്രസ്സിൽ ഹീറോയിനെ കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് സാങ് ഇങ്ങനെ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ നേരെ സ്ഥലത്തെത്തി. ID കാർഡ് കാണിച്ചതും അപ്പോഴാണ് ഒരു പ്രശ്നം. ഇത്രയും പേരെയൊന്നും ഹോസ്പിറ്റലിനകത്തേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് സാങ്ങിന്റെ ഫാമിലിയാണെന്ന് മാനേജർ ഗു പറയുകയാണ്. ഇത് കേട്ട് അവരുടെ രണ്ടുപേരുടെയും മുഖഭാവമെല്ലാം മാറുന്നുണ്ട്. പിന്നീട് അവർ അകത്തേക്കും കയറി. ഒരു വലിയ ഹോസ്പിറ്റൽ ആയിരുന്നു അത്. അങ്ങനെ അവരിപ്പോൾ റിസപ്ഷനിലാണ്. സാങ് അങ്ങോട്ട് ചെന്ന് തകാശി എന്ന് പേരുള്ള ഒരു ഡോക്ടറെ മീറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് അദ്ദേഹം ലീവായിരുന്നു. ഇത് ശരിക്കും നമ്മുടെ സാങ്ങിന് അറിയാവുന്ന കാര്യം തന്നെയാണ്. കാരണം ജുൻതേക്കിന്റെ ഫാമിലി മെമ്പറായ ഈ ഡോക്ടർ ലീവായിരിക്കുമെന്ന് സാങ്
സാങ്ങിനോട് പറഞ്ഞിരുന്നു. എന്നിരുന്നാലും അവര് പോയി ഡോക്ടറിന് കോൾ ചെയ്തു നോക്കുന്നുണ്ട്. പിന്നീട് സംഭവിച്ചത് ഒരു രസകരമായ രംഗമാണ്. നമ്മുടെ മാനേജർ ഗു വയറുവേദനിക്കുന്നേ ഞാൻ ഇപ്പോൾ ചാകുമേ എന്നും പറഞ്ഞ് നല്ല ആക്ടിങ്ങിലാണ്. ഈ തക്കം നോക്കി റെക്കോർഡ് റൂമിലേക്ക് നമ്മുടെ ഹീറോയിനും കയറി. എന്നാൽ അത് മറ്റൊരാൾ കണ്ടിരുന്നു. പിന്നീട് അവൾ റെക്കോർഡ്സ് ഇങ്ങനെ എടുത്തു നോക്കുമ്പോഴാണ് ഇയാൾ അങ്ങോട്ട് വരുന്നത്. സംഗതി കൈവിട്ടെന്ന് കരുതിയെങ്കിലും അപ്പോഴേക്കും ഫാദർ അങ്ങോട്ട് വന്ന് ആ സിറ്റുവേഷൻ ഒന്ന് ശാന്തമാക്കുന്നുണ്ട്. ഇവർ മഞ്ചൂരിയയിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം മുതിരവിരലും മടക്കി നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു സിമ്പല് കാണിക്കുന്നുണ്ട്. ഇത് അവരുടെ ദേശസ്നേഹത്തിന്റെ സിമ്പലാണ്. ഇവിടേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴും ഇവർ നല്ല ആക്ടിങ്ങിലാണ്. അപ്പോഴേക്കും ഡോക്ടർ ഒക്കെ എത്തി ഒരു വലിയ സിറിഞ്ച് ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് കണ്ടതോടുകൂടി മാനേജർ ഗോവിന്റെ പകുതി ജീവനും പോയി. പണി പാളിയെന്ന് മനസ്സിലാക്കി നിൽക്കുമ്പോഴാണ് സ്ലീത്തുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് നമ്മുടെ സാം കാണുന്നത്. അതോടെ മാനേജർ എല്ലാം ശരിയായെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇത് കണ്ട് അവരെല്ലാം ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതെല്ലാം ഡോക്ടറിന്റെ കഴിവാണെന്നും പറഞ്ഞ് അവര് വരുത്തി തീർത്തു. അതോടെ അവിടെയുള്ള ആളുകൾ ഡോക്ടറിനെ പുകഴ്ത്താൻ വേണ്ടിയും തുടങ്ങി. ഇതേ സമയം നമ്മൾ ബേസ്മെന്റിലോട്ട് വരികയാണെങ്കിൽ മോൺസ്റ്റർ ഇപ്പോൾ വളർന്നു വലുതായി സൈനികരെ എല്ലാം ആക്രമിക്കുന്നുണ്ട്. ടെന്റക്കിൾസും യൂസ് ചെയ്ത് മനുഷ്യരുടെ എനർജി എല്ലാം വലിച്ചെടുക്കുകയാണ് മോൺസ്റ്റർ. ഇതെല്ലാം കണ്ട് ലീഡർ നല്ല ഹാപ്പിയിലാണ്. കാരണം അയാളുടെ എക്സ്പെരിമെന്റ് ഇപ്പോൾ സക്സസ് ആയി. ഇവിടേക്ക് വരികയാണെങ്കിൽ സ്ലീത്തുകൾ ഒരു തീരുമാനമെടുക്കുകയാണ്. മിയോങ് ജയെ കണ്ടെത്താൻ വേണ്ടി ഇന്ന് രാത്രി ഈ ഹോസ്പിറ്റലിൽ തന്നെ അവർ ചിലവഴിക്കും. അവരെ സഹായിക്കാൻ ഇദ്ദേഹവുമുണ്ട്. എന്നാൽ അത് അപകടമല്ലേ എന്ന് സാങ് അഭിപ്രായപ്പെടുമ്പോൾ അവരതൊന്നും കാര്യമാക്കുന്നില്ല. ഇന്നെങ്ങനെയെങ്കിലും മിയോങ് ജയെ കണ്ടുപിടിക്കണം. അതോടെ സാങ്ങും മാനേജർ ഗോവും കൂടെ അവിടെ നിന്നും പുറപ്പെട്ടു. അപ്പോഴാണ് ഒരു പ്രശ്നം. ഇവർ പോകുന്നത് അവിടെയുള്ള കുറച്ച് ഉയർന്ന ജോലിയുള്ള ഉദ്യോഗസ്ഥൻ കണ്ട് അവരെ സംശയത്തോടെ നോക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ആ റിസപ്ഷനിസ്റ്റ് അങ്ങോട്ട് വരുന്നത്. അവരെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് തക്കാശിയുടെ രോഗിയാണെന്ന് അവൾ പറയുകയാണ്. അപ്പോഴാണ് അവർക്ക് ശ്വാസം നേരെ വീണത്. അങ്ങനെയിരിക്കെ പെട്ടെന്നാണ് ഒരു അനൗൺസ്മെന്റ് വരുന്നത്. എല്ലാവരും ഇവിടെ നിന്നും ഉടനെ തന്നെ പുറത്തു കടക്കണം. അവിടെ ഉണ്ടായിരുന്ന പേഷ്യൻസിന് മാത്രമായിരുന്നില്ല, ജോലിക്കാർക്ക് പോലും ഉടൻ തന്നെ പുറത്തു കടക്കണം. ഈ തീരുമാനത്തിനോട് എതിരഭിപ്രായം പറയാൻ ഒരാൾക്കും ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം അത് അവരുടെ ജീവന് തന്നെ അപകടമായിരുന്നു. പിന്നീട് ആ ഹോസ്പിറ്റൽ ക്ലോസ് ചെയ്യുകയാണ്. ഇതിനിടയിൽ ബേസ്മെന്റിലോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ ആ മോൺസ്റ്റർ ഒരുപാട് പവർഫുൾ ആയിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് സൈലന്റ് ആക്കണമെങ്കിൽ അവർക്ക് ഒരേ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ, നൈട്രജൻ യൂസ് ചെയ്യണം. പിന്നീട് അവർ അതിനെ ഒരു സ്റ്റീൽ സെല്ലിലാക്കി അതിൽ മുഴുവൻ നൈട്രജൻ നിറക്കുന്നുണ്ട്. അവരുടെ ബോഡി മുഴുവൻ കവേർഡ് ആയിരുന്നു. ഇനി അവർ അതിനെ ലെവൽ 4ലേക്ക് മാറ്റും. നമ്മുടെ മോൺസ്റ്റർ ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ്. സെല്ലിലെ തടവുകാർക്കരികിലൂടെ അതിനെ കൊണ്ടുപോകുമ്പോഴാണ് അതിന്റെ ബോഡിയിൽ നിന്നും മഞ്ഞു പോലെയുള്ള ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങുന്നത്. ഈ കാഴ്ച കണ്ട് തടവുകാർക്ക് ഒരു നിമിഷത്തേക്ക് ഹാപ്പിയായി. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസുണ്ടായിരുന്നില്ല. കാരണം അത് കുറച്ച് ഡേഞ്ചർ ആയ ഒന്നായിരുന്നു. അത് അവരുടെ ബോഡി മുഴുവൻ കരിയിച്ചു കളഞ്ഞു. എന്നാൽ ഒരു ലേഡിക്ക് മാത്രം യാതൊന്നും സംഭവിച്ചിരുന്നില്ല. ഇപ്പോൾ രാത്രിയായിട്ടുണ്ട്. നമ്മുടെ സ്ലീത്തുകൾ ഓങ്സോങ് ഹോസ്പിറ്റലിന്റെ മുകളിലാണ്. അവിടെയുള്ള ഗാർഡിനെ എല്ലാം മറികടന്ന് അകത്തേക്ക് കയറുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. എങ്കിലും മിയോങ് ജയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണ്ടേ? എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവരൊരു വാച്ച് ടവർ കാണുന്നത്. അതിലൊരു സൈനികനെയും കാണാനില്ല. അതിനൊരു കാരണമുണ്ടായിരുന്നു. സേഫ്റ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരാൾ താഴേക്ക് വീണ് മരിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിന് ഒരു ഐഡിയ തോന്നുന്നത്. എന്തോന്ന് മനസ്സിൽ കരുതി നമ്മുടെ ഹീറോയിൻ താഴേക്ക് പോവുകയാണ്. അതിനുശേഷം ഒരു സൈനികന്റെ കണ്ണിൽ പോലും പെടാതെ അവൾ മുൻപോട്ടേക്ക് നീങ്ങി. ഇപ്പോൾ അവൾ ആ വാച്ച് ടവറിന് അരികിൽ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് അയാളും ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് അവൾ അതിന്റെ മുകളിലേക്ക് കയറി. അയാൾ പറഞ്ഞ പോലെ തന്നെ അതൊരു സേഫ്റ്റിയും ഇല്ലാത്ത വാച്ച് ടവർ ആയിരുന്നു. പിന്നീട് അവൾ അതിന്റെ മുകളിൽ നിന്ന് നിരീക്ഷിച്ചപ്പോൾ കണ്ടത് ഇതായിരുന്നു. സൈനികരെല്ലാം കിടന്ന് പരക്കം പായുകയാണ്. കാരണം മറ്റൊന്നുമായിരുന്നില്ല, തടവുകാരുടെ ഡെഡ് ബോഡികൾ. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കുറച്ചു മുമ്പേ കണ്ടതാണ്. ശരിക്കും ഇത് തന്നെയായിരിക്കാം എപ്പിസോഡ് 1ലും സംഭവിച്ചിരിക്കുക. ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ സാങ് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അവരെ അവിടെ തനിച്ചു വിട്ടു പോകുന്നത് തന്റെ വലിയൊരു തെറ്റായിരുന്നു എന്നുള്ള ഒരു കുറ്റബോധം നമ്മുടെ സാങ്ങിനുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഹീറോയിനെ. സാങ്ങിന് അവളോട് ചെറിയൊരു ക്രഷ് ഉണ്ടെന്ന് നമ്മൾ മുമ്പേ കണ്ടതാണ്. ഇങ്ങനെ തലപുണ്ണായിട്ട് കാര്യമില്ല, ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണണമെന്ന് ഞങ്ങൾ അയാളോട് നിർദ്ദേശിക്കുന്നു. അതിനുശേഷം സാങ് പുറത്തേക്ക് ഇറങ്ങി. തൊട്ടു മുൻപിലായി തന്നെ ഒരു ടാക്സി ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ഇഷിക്കാവയുടെ ചാരന്മാരിൽ ഒരാൾ. ഇയാളെ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിലും കണ്ടിരുന്നു. ടാക്സിക്ക് അടുത്ത് ചെന്ന് ഗ്ലാസിൽ ഇങ്ങനെ തട്ടി വിളിക്കുകയാണ്. ഒടുവിൽ സഹി കട്ട് അയാൾ ഗ്ലാസ് താഴ്ത്തി. ഇഷിക്കാവയുടെ ചാരനാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ സാങ് ഒരു സന്ദേശം എഴുതാൻ വേണ്ടി അയാളോട് ആവശ്യപ്പെടുന്നു. മിയോങ് ജയെ കണ്ടുപിടിക്കണമെങ്കിൽ ഹച്ചിമോട്ടോ എന്ന് പറയുന്ന ഒരു 35 വയസ്സുള്ള ജാപ്പനീസ് പെയിന്ററെ കണ്ടെത്തണം. അത് ഇഷിക്കാവയോട് പോയി പറയാൻ ആവശ്യപ്പെടുകയാണ് നമ്മുടെ സാങ്. ശരിക്കും ഇതെല്ലാം പുള്ളിക്കാരന്റെ ഒരു പ്ലാനാണ്. ഇതേ സമയം നമ്മുടെ സച്ചിമോട്ടോയെയും കാണിക്കുന്നുണ്ട്. അയാൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ആ ലേഡിയില്ലേ, അവരുടെ ബാറിലാണ്. അയാൾ അവിടെ ഒരു ലേഡിയെ വരക്കുന്നതായും നമുക്ക് കാണാം. അങ്ങനെ പിറ്റേ ദിവസം ഇപ്പോഴാണ് അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ ഓങ്സോങ് ഹോസ്പിറ്റൽ ക്ലോസ് ചെയ്ത കാര്യം അറിയുന്നത്. അവരത് വലിയൊരു സംഭവം തന്നെ ആക്കുന്നുണ്ട്.
ഹോസ്പിറ്റലിനുള്ളിൽ ഒരു വൈറസ് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹോസ്പിറ്റൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇവരെല്ലാം വിശ്വസിച്ചിരിക്കുന്നത്. ശരിക്കും അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതെ, ഇതെല്ലാം അവരുടെ ഒരു വെൽ പ്ലാനഡ് ആയിരുന്നു. ഹോസ്പിറ്റലിനുള്ളിലെ രഹസ്യങ്ങൾ പുറത്തറിയാതിരിക്കാൻ വേണ്ടി. ഇത് നമ്മുടെ പയ്യനും കണ്ട് തിരിച്ച് ഗോൾഡൻ ട്രഷറിൽ പോയി സാങ്ങിനോട് ഈ കാര്യം പറയുകയാണ്. ഇത് കണ്ട് സാങ്ങും ആകെ ഞെട്ടിപ്പോയി. എന്തിനായിരിക്കും അവരിതെല്ലാം ചെയ്യുന്നത്, എന്താണ് പ്രശ്നമെന്നറിയാതെ അങ്ങോട്ട് ചെന്ന് നോക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ ആ റിസപ്ഷനിസ്റ്റ് ലേഡി ഇല്ലേ, അവര് സാങ്ങിനെ കാണാൻ വേണ്ടി വരുന്നത്. അവൾ ഒരു മെസ്സേജ് കൈമാറുന്നുണ്ട്. അത് ഹീറോയിൻ തന്നുവിട്ടതാണ്. മിയോങ് ജയെ അവർ കണ്ടെത്തിയെന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. എന്നാൽ അവൾ ഇപ്പോൾ നല്ല സാഡാണ്. കാരണം അവളുടെ ജോലി നഷ്ടമായി. ഇനി എന്ത് ചെയ്യുമെന്നും അറിയാതെ അവൾ ആകെ തകർന്നു നിൽക്കുകയാണ്. സാങ് അവളോട് ഹോസ്പിറ്റലിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അതൊന്നും അറിയുമായിരുന്നില്ല. ഒരുപാട് ഡെഡ് ബോഡികൾ കൂമ്പാരമായി കിടക്കുന്നതല്ലാതെ അവൾ ഒന്നും കണ്ടിട്ടില്ല. പിന്നീട് നമ്മുടെ സാങ് ആ ഹോസ്പിറ്റലിലേക്കും ഇറങ്ങിത്തിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. സോ ഗൈസ്, എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡ് ഞങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.